ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ 2 ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് ചെറിയ ചെറിയ വേരിയേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു വലിയൊരു വേരിയേഷൻ നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ അറിയണമെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് വ്യൂ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളമാണ് ബ്രേക്ക് വാട്ടറും എത്രത്തോളമാണ് ബെർത്തിൻ്റെ വർക്കും പൂർത്തിയായി, ബാക്കിയുള്ള വർക്ക് എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് സ്റ്റാറ്റസ് നമുക്ക് ഒരു 90% നമുക്ക് കണ്ട് മനസ്സിലാക്കാം. 10% പ്ലസ് ഓർ മൈനസ് ഉറപ്പായിട്ട് വേരിയേഷൻ വരും. ഇത് 22-ാം തീയതിയുള്ള വീഡിയോ പിന്നെ സാറ്റലൈറ്റ് വ്യൂ അപ്ഡേഷനാണ്. നമുക്ക് ഈ അപ്ഡേഷൻ നോക്കാം. ആദ്യമേ നമുക്കറിയേണ്ടത് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനാണ് നമ്മളീ കാണുന്നത്. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ. സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ചുള്ള സാറ്റലൈറ്റ് വ്യൂ എടുക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മളെപ്പോഴും പറയുന്ന തലയുയർത്തി നിൽക്കുന്ന 4 ഷിഫ്റ്റ് ഷോർക്കൈനെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. സാറ്റലൈറ്റ് വ്യൂയിലൂടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇങ്ങനെയാണ് ഇവിടുന്ന് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് മെഷർമെൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, നിലവിൽ നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിൽ, അതായത് 22 അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ വൈറ്റ് കാണുന്ന ഭാഗത്തെല്ലാം ആക്രോപ്പൊടി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ, അതായത് ഫൈനൽ വർക്കിലേക്ക് തന്നെ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർക്കും വളരെ സ്പീഡിലാണ്. ബ്രേക്ക് വാട്ടറാണ് നമ്മളിപ്പോൾ വർക്കിൽ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയാം. ആ വർക്ക് വളരെ സ്പീഡിലാണ് പോകുന്നത്. ഒരിടത്തും ഒരു ലാഗും നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോൾ നമുക്ക് മെഷർമെൻറ്റിലൂടെ അറിയാൻ സാധിക്കുന്നത് 2830 മീറ്ററോളം ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് മീറ്റർ, അതായത് 2960 മീറ്ററാണ് കറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൽ 2830 മീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇത് 2-3 ദിവസം മുന്നേ ഉള്ള ഈ പറയുന്ന വീഡിയോ അപ്ഡേഷനാണ്. അതായത് ഞാനിപ്പോൾ ഡേറ്റ് കാണിച്ചു തരാം. 22/2/2024 മനസ്സിലായോ? അപ്പോൾ ഇന്ന് 24, 2 ദിവസം മുന്നേ ഉള്ള അപ്ഡേഷൻ. 2 ദിവസം മുന്നേ ഉള്ള അപ്ഡേഷനിൽ വലിയ വേരിയേഷൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡമ്മി നടക്കുന്ന സ്ഥലമാണിത്. ഇത് ഇവിടെ കണ്ടോ, ഈ ബാക്കിയുള്ള മൊത്തവും സീ എടുത്ത് നോക്കിയത് ഇവിടെ എല്ലാം ഡാർക്ക് കടലും, ഇത് ഇവിടെ വന്ന് ലൈറ്റാണ്. ഈ സൈഡിൽ കണ്ടോ, ഈ ലൈറ്റ് ഭാഗം വരാൻ കാരണം ഇവിടെ ഉള്ളിലേക്ക് തന്നെ, അതായത് നമ്മൾ കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെ സ്പ്ലിറ്റ് ബാർജിലെ സ്റ്റോൺ കൊണ്ട്, നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. അതാണ് ലൈറ്റ് ബ്ലൂ വരാൻ കാരണം. ഏതാണ്ട് എത്രത്തോളം ലൈറ്റ് ബ്ലൂ ഉണ്ടെന്ന് നോക്കാം. അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെയൊക്കെ ലൈറ്റ് ബ്ലൂ ആണ്. ഏതാണ്ട് 100-150 മീറ്ററോളം ഏതാണ്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ വളരെ വേഗം തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് പുറത്തിനും വന്നാൽ മാത്രം മതി. ഡേ നൈറ്റാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം നടക്കുന്നത്. അപ്പോൾ വളരെ വേഗം തന്നെ ഈ സ്ട്രക്ചർ പൂർത്തിയാക്കി വരും നമ്മുടെ ബ്രേക്ക് വാട്ടറിന് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് 2 ദിവസം എന്ന് പറഞ്ഞാലും ഡേ നൈറ്റ് വർക്ക് നടക്കുന്നിടത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോയിൽ സ്റ്റോൺ കൊണ്ടുപോകുന്നത് ഈ വശത്തിൽ നിന്നൊക്കെയാണ് നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകുന്നത്. അതെല്ലാവരും നമ്മളെ വീഡിയോയിൽ കണ്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ വേഗം തന്നെ ആയിരിക്കും ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ 2960 മീറ്റർ വളരെ വേഗം തന്നെ ഈ മാസം തന്നെ ഇത് പൂർത്തിയാക്കിയിരിക്കും. അത് ഉറപ്പാണ്. അത് തൊട്ട് ബാക്കിൽ തന്നെയാണ് ആക്രോപ്പൊടി ഫില്ല് വരുന്നത്. ഫൈനൽ വർക്കാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ആക്രോപ്പൊടി ഫില്ല് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരാതിരിക്കാൻ ഫൈനലായിട്ട് ആക്രോപ്പൊടി ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കണ്ടത് ഈ ഭാഗത്തൊക്കെ, ഈ വൈറ്റ് ഭാഗത്തൊക്കെയാണ് ആക്രോപ്പൊടി അവസാനമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. അതും സ്പീഡിൽ നടക്കുന്ന കാരണം പൂർണ്ണ സ്ട്രക്ചർ വളരെ വേഗം തന്നെ കംപ്ലീറ്റേഷൻ ഓഫ് വർക്കിലേക്ക് പോകും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്കറിയേണ്ടത് നമുക്ക് ബെർത്തിൻ്റെ വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയി നോക്കാം. ബെർത്തിൻ്റെ പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന സ്ട്രക്ചർ 800 മീറ്ററാണ്. ഇപ്പോൾ 805 മീറ്റർ കാണിക്കുന്ന പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ വരും. 800 മീറ്ററാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ നമുക്ക് വേണ്ടുന്നുള്ള ബെർത്തിൻ്റെ പോർഷൻ സ്ട്രക്ചർ. അപ്പോൾ അതിൽ എത്രത്തോളം, ഇതിപ്പോൾ ഓൾറെഡി മാസങ്ങൾക്ക് മുന്നേ അല്ലെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്ട്രക്ചർ ആയിട്ടുള്ളതാണ്. ഇനി എത്രത്തോളമാണ് നമുക്ക് ഉപയോഗപ്രദമായിട്ട് കോൺക്രീറ്റ് ഇട്ട് കംപ്ലീറ്റേഷൻ ഓഫ് ബെർത്തിൻ്റെ വർക്കായെന്ന് നമുക്ക് നോക്കാം. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പോർഷൻ വരെ ഏതാണ്ട് 597 മീറ്റർ. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതും കാണുമ്പോൾ മനസ്സിലാക്കും. അത് ദിവസങ്ങൾ തന്നെ കംപ്ലീറ്റ് ആവും. 597 മീറ്ററോളം നമുക്ക് ബെർത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ട ചെറിയ, ഇവിടേക്ക് ഇടേണ്ട സ്ലാബ് ഇടേണ്ട വളരെ ചെറിയ പോർഷൻ കാണിച്ചു തരാം. ഏതാണ്ട് 20 മീറ്റർ ഇവിടെ, ഇവിടെ ചെറിയ കോൺക്രീറ്റ് ഉണ്ടോ, 9 മീറ്റർ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ആയതുകൊണ്ടാണ് അത് ഞാൻ മെഷർ ചെയ്യാത്തത്. ഏതാണ്ട് 597 മീറ്ററോളം നമ്മുടെ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ആകെ വരേണ്ടത് 800 മീറ്ററാണ്. അപ്പോൾ ഇനി വളരെ ചുരുക്കം 597 മീറ്റർ എന്ന് വെച്ചാൽ 600 മീറ്റർ, 200 മീറ്റർ കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബെർത്തിൻ്റെ പോർഷൻ പൂർണ്ണമായിട്ടും ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആവും. ആ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്.
നമുക്കറിയേണ്ടത് നമ്മൾ ഇവിടെ കണ്ട പോലെ ട്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാരക്കേഡ് പോലെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അത് ഏതാണ്ട് 63 മീറ്റർ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടാണ് ഇവിടെ അതായത് നമ്മുടെ ബെർത്തിൻ്റെ പോർഷനിൽ നിന്നും യാർഡിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി, ബെർത്തിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, യാർഡിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഈ പറയുന്ന നാച്ചർ സ്റ്റോൺ ഇങ്ങനെ കെട്ടിവരുന്നത്. അതായത് ബ്രേക്ക് വാട്ടർ പോലെ തന്നെയാണ് കെട്ടിവരുന്നത്. പക്ഷേ ഇവിടെ ആഴം വളരെ കുറവാണ്, ഈസി ആയിട്ട് നടക്കും. എത്ര മീറ്ററോളം നമുക്ക് ഉദ്ദേശം വേണ്ടി വരും നമുക്ക് നോക്കി, ഉദ്ദേശമാണ് നമുക്ക് അറിയാൻ പറ്റുക. ഒരു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇതുവരെയാണ് കെട്ടി വരേണ്ടത്. അതുകൊണ്ട് 175 മീറ്റർ ആയിരിക്കും ഇവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി പിന്നെ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്തുകൊണ്ട് വരിക. അതിനായിട്ട് 63 മീറ്റർ ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. അത് കാരണം ഇവിടെ ആഴം വളരെ കുറവാണ്. നമ്മൾ ബ്രേക്ക് വാട്ടർ പോലെ വലുതായിട്ട് അവിടെ അത്രയും സ്റ്റോൺ അവിടെ വേണ്ടി വരില്ല. അത് കാരണം വളരെ വേഗം ഇവിടെ പണികൾ നടക്കും. മനസ്സിലായി? ഇത്രയും മീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ട്രഡ്ജ് ചെയ്ത മണൽ ധാരാളമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ധാരാളം ട്രഡ്ജ് ചെയ്ത മണലുള്ള കാരണം വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കെട്ടിവരാൻ വളരെ ഈസി ആയിട്ടായിരിക്കും നടക്കുന്നത്. ഈ പോർഷനിലും ധാരാളം ഈ കാണുന്ന എല്ലാം നാച്ചുറൽ സ്റ്റോൺ ഇവിടെ എല്ലാം കൊണ്ട് നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ പോകുന്നത്. വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഷെൻഹുവ 15 ഷെൻഹുവ 24 ഇവിടെ നിന്നാണ് വളഞ്ഞു പോയത്. ഇവിടെ ഈ ലെന്ത് നമുക്ക്, അതായത് ബെർത്ത് പോർഷനും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്ക് വരുന്നത് 924 മീറ്ററാണ്. നല്ല വീതിയുള്ള സ്പേസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് അപ്പുറത്തുകൂടി നമുക്ക് വേണമെങ്കിൽ വീതിയുള്ള കുറച്ചുകൂടി സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് നോക്കാം. 909 മീറ്റർ കറക്റ്റ് ഇവിടെ വെച്ച് നോക്കാം. 943 മീറ്റർ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ നീളം, അതിൻ്റെ വീതി കുറച്ച് കുറഞ്ഞു വരുവാണ് കേട്ടോ. 765 മിനിറ്റ്. സ്ട്രക്ചറിൻ്റെ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ് കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള പിന്നെ സ്പേസ് എത്രത്തോളമാണെന്ന് പലർക്കും സംശയം കാണും. ആദ്യമായിട്ട് കാണുന്നവർക്ക് സംശയമുള്ളൂ, സ്ഥിരം കാണുന്നവർക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സ്പേസ് ഇതാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് 240-250 മീറ്റർ നീളമുള്ള ഷിപ്പൊക്കെ ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ വോൾവോക്സ് ഏഷ്യ ഇത് ഇവിടെയുണ്ട്. ഇതാണ് ആ ട്രഡ്ജർ. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ പിന്നെ മെഷർമെൻറ്റ്. കുറച്ച് പേരായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് ഭാഗത്തു നിന്നാൽ പോർട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്ത്, അതായത് ഇപ്പം നിലവിൽ ഇതാണ് നമ്മുടെ ഹാർബർ, ഇതാണ് നമ്മുടെ പോർട്ട്, രണ്ടും അടുത്തടുത്താണ്. നമ്മൾ ഈ ഹാർബറിനെ പോർട്ടിനെ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ലെന്ത് കാണില്ല. നമുക്ക് ലെന്ത് ജസ്റ്റ് നോക്കാം എത്ര മീറ്റർ ആണെന്നുള്ളത്. ഏതാണ്ട് 330 മീറ്ററാണ് നമ്മുടെ ഈ ഹാർബറും പോർട്ടിനും നമ്മളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്. മനസ്സിലായി? ഇത്രയും മീറ്ററാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ വശങ്ങളെല്ലാം നമുക്ക് പണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെ ട്രഡ്ജ് ചെയ്ത് നികത്തിയെടുത്താണ്. അതിൻ്റെ വീഡിയോ നമ്മൾ വ്യക്തമായിട്ട് ഇന്നലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ മത്സ്യബന്ധനക്കാരുടെ ബോട്ട് നിർത്തിയിട്ട് ഇന്ന് കാണാൻ സാധിച്ചു. ഈ 149 മീറ്റർ ഈ പറഞ്ഞ ഏരിയ, ഇത്രയും ഏരിയ മൊത്തവും നമ്മൾ ഫസ്റ്റ് പോർഷനിൽ ട്രഡ്ജ് നികത്തിയെടുത്ത ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ കളിസ്ഥലമായിട്ടും ഗ്രൗണ്ടായിട്ടും എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ട് ആസ്വദിക്കുന്നുണ്ട് ആ സ്ഥലമല്ല. അവിടെ ഉള്ളവർ തന്നെ കളിയും അവിടെ എനിക്ക് തോന്നുന്നതൊരു ഫുട്ബോൾ സ്റ്റേഡിയം അങ്ങനെ എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്ക്. അപ്പോൾ ഈ പോർഷനിൽ ഇത് നമ്മൾ ഈ പറഞ്ഞ എൻ്റെ പോർഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ പറയുന്ന വൈറ്റ് പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോർട്ടും POE ബിൽഡിങ്ങും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. തൊട്ട് ബാക്കിലാണ് ബസ് സ്റ്റാൻഡ്. പിന്നെ പോണ വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഹാർബറിൽ നിന്ന് ഇറങ്ങി മീനും മേടിച്ചിട്ട് പോകാം. അത്രയും സൗകര്യമാണ്. പോർട്ട് കാണാൻ വരുമ്പോൾ മീനുണ്ടെങ്കിൽ മീനും മേടിച്ചിട്ട് പോവാം. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടും ഹാർബറും ചേർന്ന ഏരിയ. ഇത് സാറ്റലൈറ്റ് എന്നുള്ള വ്യൂ ആണ്. സെൻറ്റിനൽ ഹബ്ബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂ എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം വീഡിയോ കണ്ടാൽ കുറച്ചൊരു ചോദിക്കും ഇത് ഏതാണ് സാറ്റലൈറ്റ്, അതുകൊണ്ടാണ്. ഇനി എന്നിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ദയവേ നിങ്ങൾ മെസ്സേജ് ഇടുക. ഉറപ്പായിട്ട് എത്ര പ്രാവശ്യം വേണോ ഞാനത് പറഞ്ഞു തരാൻ വില്ലിങ്ങാണ്. എങ്ങനെയാണത് എടുക്കുന്നതെന്നും എങ്ങനെ നമുക്കത് കാണാമെന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എനിക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് നമ്മുടെ പോർട്ട്, നമ്മുടെ ഹാർബർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ്റെ ആദ്യമായിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.